ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷം? ഇന്ന് നമ്മളൊരു ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നോക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലായിട്ട്, അതായത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലേക്കാണ് ഇപ്പോൾ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അതിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് വേക്കൻസികളുണ്ട്. ഇപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസും സാലറിയും അതുപോലെ തന്നെ പോസ്റ്റും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് മെറ്റീരിയൽ അസിസ്റ്റ് MA എന്ന് പറയുന്ന പോസ്റ്റാണ്. ടോട്ടൽ പോസ്റ്റ് വരുന്നത് 19 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. സാലറി 29,200 രൂപ മുതൽ 92,300 രൂപ വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. അടുത്ത വേക്കൻസി ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന വേക്കൻസിയാണ്. 27 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. 19,900 രൂപ മുതൽ 69,200 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിവിൽ മോട്ടോർ ഡ്രൈവർ 4 വേക്കൻസീസാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. 19,900 മുതൽ 63,200 വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ടെലി ഓപ്പറേറ്റർ മൊത്തം 14 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. 19,900 മുതൽ 63,200 വരെ തന്നെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. നെക്സ്റ്റ് ഫയർമാൻ, ഇവിടെയാണ് കൂടുതൽ വേക്കൻസീസ് വന്നിട്ടുള്ളത്. 247 വേക്കൻസീസ് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് നമുക്ക് തൊട്ട് താഴെ നൽകുന്നുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതും സാലറി വരുന്നത് 19,900 മുതൽ 63,200 രൂപ വരെയാണ്. കാർപ്പൻറ്റർ, പെയിൻറ്റർ, MTS അങ്ങനെ തുടങ്ങി ഒരുപാട് വേക്കൻസികളും അതിൽ ടോട്ടൽ എത്രയാണ് വന്നിട്ടുള്ളതെന്നും സാലറി സ്കെയിൽ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ടോട്ടൽ 389 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിട്ടുള്ളത് ട്രേഡ്സ്മാൻ മേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ്. 18,000 മുതൽ 56,900 രൂപ വരെയാണ് ഇതിലേക്ക് പറയുന്ന സാലറി. ഓക്കെ, നെക്സ്റ്റ് വേക്കൻസീസ് വന്നിട്ടുള്ള റീജിയൻ വൈസ് അവർ ജസ്റ്റ് ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈസ്റ്റേൺ, വെസ്റ്റേൺ, നോർത്തേൺ, സദേണിലൊക്കെ എങ്ങനെയാണ് ഏതെല്ലാം സ്റ്റേറ്റിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, നമ്പർ ഓഫ് വേക്കൻസീസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസം, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം മെറ്റീരിയൽ അസിസ്റ്റൻ്റ്, അതാണ് MA എന്ന് പറഞ്ഞിട്ട് 19 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. ഫയർമാൻ 71 വേക്കൻസീസ് വന്നിട്ടുണ്ട്. MTS 9. ഇങ്ങനെ തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ വെസ്റ്റേൺ, ഡൽഹി, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിൽ ടെലി ഓപ്പറേറ്റർ 5 വേക്കൻസീസ്, ഫയർമാൻ 46 വേക്കൻസീസ് അങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സദാ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. അതിൽ ജൂനിയർ ഓപ്പറേറ്റർ അസിസ്റ്റൻ്റ് 1 വേക്കൻസി, ടെലി ഓപ്പറേറ്റർ 2 വേക്കൻസി, ട്രേഡ്സ്മാൻ 40, ഫയർമാൻ 47 വേക്കൻസീസ്. ഇപ്പോൾ ഇത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന കുറേ വേക്കൻസീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് തമിഴ്നാടൊക്കെ 47ഓളം ഫയർമാൻ വേക്കൻസീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെ റീജിയൻ വൈസ്, സ്റ്റേറ്റ് വൈസ് എത്ര വേക്കൻസികളാണ്, ഏത് പോസ്റ്റാണ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ഓരോ പോസ്റ്റിലോട്ടും വന്നിട്ടുള്ള ഏജ് ലിമിറ്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. MA മെറ്റീരിയൽ അസിസ്റ്റൻ്റ് 18 മുതൽ 27 വയസ്സ് പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇതിൽ ഏജ് റിലാക്സേഷൻ നമ്മൾ നോർമലി SC ST OBC കാറ്റഗറിക്ക് എല്ലാം ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ MAക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയാണ്, അതല്ലെങ്കിൽ എൻജിനീയറിങ്ങിൽ, അതല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലൊക്കെ ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ്. 18 മുതൽ 25 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. +2 ആണ് ഇതിലേക്കുള്ള യോഗ്യത പറയുന്നത്. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് 1 മിനിറ്റിൽ 35 അല്ലെങ്കിൽ 30 വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതായത് ടൈപ്പിംഗ് അറിയാവുന്നവരായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സിവിൽ മോട്ടോർ ഡ്രൈവർ. ഇത് 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും, അതായത് ഹെവി വെഹിക്കിൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും 2 ഇയേഴ്സ് എക്സ്പീരിയൻസും ഉള്ള ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് പറയുന്നത് ടെലി ഓപ്പറേറ്റർ ആണ്. 18 മുതൽ 25 വയസ്സ് വരെയുള്ള ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. 10ാം ക്ലാസ് ആണ് ഇതിലേക്കുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത്. കൂടാതെ
PBX ബോർഡ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ മൾട്ടിപ്പിൾ ഫോൺ ലൈൻസൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അതായത് പ്രൈവറ്റ് ബ്രാഞ്ച് എക്സ്ചേഞ്ച് ആണ് PBX ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പം മൾട്ടിപ്പിൾ ഫോൺ ലൈൻസൊക്കെ വരുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ മാത്രം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അടുത്ത വേക്കൻസി പറയുന്നത് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ്. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് കാർപ്പൻറ്റർ, അതും 10ാം ക്ലാസ് തന്നെയാണ് യോഗ്യത പറയുന്നത്. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. നെക്സ്റ്റ് പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ വേക്കൻസിയാണ്. 18 മുതൽ 25 വയസ്സ് വരെ തന്നെയാണ് ഏജ് ലിമിറ്റ്. SSLC തന്നെയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ITIയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇത് കൂടാതെ MTS ട്രേഡ്സ്മേറ്റ് എന്ന് പറയുന്ന 2 വേക്കൻസികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടും 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള പോസ്റ്റ് നോക്കി നിങ്ങൾക്ക് അടുത്ത് വരുന്ന സ്റ്റേറ്റ് ഏതാണോ അത് നോക്കി നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഏജ് റിലാക്സേഷൻ്റെ കാര്യമാണ് അടുത്തത് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഞാൻ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ, അതായത് ഈ 18 മുതൽ 25 അല്ലെങ്കിൽ 27 എന്നൊക്കെ പറയുന്നിടത്ത് 5 വർഷം കൂടി SC/ST കാറ്റഗറിക്ക് ലഭിക്കുന്നതാണ്. OBC കാറ്റഗറിക്ക് 3 വർഷം, അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 10 വർഷത്തെ ഒക്കെ അത് ലഭിക്കുന്നുണ്ട്. എക്സ് സർവീസ്മാൻ 3 വർഷം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ അസിസ്റ്റൻറ്റിനാണെങ്കിൽ റിട്ടൺ എക്സാം ആണ് വരുന്നത്. ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റിനാണെങ്കിൽ ടൈപ്പിംഗ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ടൈപ്പിംഗ് സ്പീഡ് അറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. CMD OG വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അവർക്ക്. അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർമാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് അങ്ങനെയുള്ള ബാക്കി മെഷർമെൻറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണോ, ഫിസിക്കലി ഫിറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നിനും വരുന്ന റിട്ടൺ എക്സാമും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് എല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇവരിവിടെ നൽകിയിട്ടുള്ള ആ ഒരു ബ്ലൂ കളർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. https://aoc-recruitment.gov.in എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ള അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, മെയിൽ ID, അതുപോലെ തന്നെ കറക്റ്റായിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക. സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ക്യാപ്ചർ കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ലോഗിൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 1 ടൈം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേണ്ട ഇത് നോക്കാം, ഏത് പോസ്റ്റാണെന്ന് നോക്കാം, സ്റ്റേറ്റ് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോബിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലോട്ട് 2024 ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ജോബ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറക്കണ്ട, ഇതുപോലെയുള്ള ഓൾ കേരള വാക്കൻസീസ്, ഗൾഫ് വാക്കൻസീസ്, പാർട്ട് ടൈം, ഫുൾ ടൈം വർക്ക് ഫ്രം ജോബ്സ് അറിയുന്നതിനായി ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്